ശ്രീ ജോയ് അറക്കൽ, മെൻസ് കമ്മീഷൻ അത് യാഥാർത്ഥ്യമായിട്ടില്ല, പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യകത എന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ ശ്രമിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്താണ് നിങ്ങളുടെ നീക്കം? നമസ്കാരം. എനിക്ക് വോളിയം കുറച്ച് ലേറ്റ് ആയിട്ടാണ് സൗണ്ട് ഒക്കെ വരുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഗുഡ്. ഇവിടെ മെൻസ് കമ്മീഷൻ വരുന്നത് ഈ ഒരു സംഭവം കൊണ്ട് മാത്രമല്ല വരേണ്ട ആവശ്യം. വളരെ കാലങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ കണ്ടത് ആ ഒരു സ്ത്രീ ഒരു പുരുഷനെ ചതിയിൽപ്പെടുത്താനായിട്ട് വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത ഒരു സംഗതിയാണ്. പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല, പക്ഷെ അവിടെ ആ ഒരു സ്പോട്ടില് ആ സ്ത്രീക്ക് ഒരു ഇരയെ കിട്ടി. മുമ്പ് 60-80 ജോയ് അറക്കൽ, നമ്മൾ ഈ വിഷയം വളരെ റെസ്പോൺസിബിളായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതിൽ രണ്ട് സാധ്യതകളും വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റക്കാരി എന്ന് വിധിച്ചുകൊണ്ടുള്ള വിധി പ്രഖ്യാപനം ഒന്നും വേണ്ട. നിങ്ങളുടെ അസോസിയേഷന്റെ നിലപാട് പറഞ്ഞാൽ മതി. വിധിയല്ല ഇത്, വിധിയല്ല. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞല്ലോ. സ്ത്രീകൾ ഇടപെടുന്നില്ല, അതുപോലെ ആ പുരുഷൻ വളരെ വ്യക്തമായി കൈകൊണ്ട് ഉരസുന്നതായി കണ്ടു എന്നൊക്കെ ഇവിടെ ഒരു മുമ്പ് എന്താണ് ഒരു പാനലിസ്റ്റ് പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ അതിനൊരു വ്യക്തത നമ്മൾ കൊടുക്കണ്ടേ? ഇത് മറ്റുള്ളവരും കൂടി കാണുന്നതല്ലേ. അപ്പൊ അവർ പറയുന്ന ആ ഒരു വശം മാത്രം കേട്ടത് കൊണ്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാനൊരു സൂചന നൽകിയെന്നേ ഉള്ളൂ. അല്ലല്ല, ഞങ്ങൾക്കൊരു ജഡ്ജ്മെന്റും ഇല്ല മാഡം, യാതൊരു ഇതുമില്ല. ഞങ്ങൾ അവിടെ കണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം, ആ ബസ്സില് ആ സ്ത്രീ ആദ്യം നിൽക്കുന്നത് ഈ പുരുഷന്റെ, ഈ മരണപ്പെട്ട ദീപകിന്റെ ബാക്കിലാണ്. ബാക്കിൽ നിന്ന് മറ്റൊരു സ്ത്രീക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ വീഡിയോ അല്ലേ സത്യത്തിൽ ഇവർ എടുക്കേണ്ടിയിരുന്നത്, അതെടുത്തില്ല. വേറൊരു പെൺകുട്ടിക്ക് ഇദ്ദേഹം മോശമായി പെരുമാറുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ ഒരു വീഡിയോ ഒന്നും അവൈലബിൾ അല്ല. ഇവർ ബാക്കിൽ നിന്ന വ്യക്തി പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു മുന്നിലായിട്ട്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുക? സാധാരണ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ് പോകുന്ന ദിശയിലേക്ക് മുന്നോട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ ബസ്സിലെ എല്ലാ യാത്രക്കാരും, ഈ വീഡിയോ പിടിച്ച പെൺകുട്ടി ഒഴിച്ച്, ഞാൻ പറയുന്നത് ആ പെൺകുട്ടിയുടെ രണ്ടാമത്തെ പൊസിഷനാണ്. രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഡ്രൈവറുടെ ഭാഗത്തേക്ക് മുന്നിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി മാത്രം നിൽക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. എങ്ങനെയാണ് അതങ്ങനെ വന്നത്? നമുക്കറിയാം, ആ ബസ്സിന്റെ പാത്വേ അല്ലെങ്കിൽ ആ നടവഴി എന്ന് പറയുന്നത് രണ്ടുപേർക്ക് കഷ്ടിയാണ് നിൽക്കാൻ പറ്റുന്നത്, ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ, പാരലായിട്ട് നിൽക്കുകയാണെങ്കിൽ. പക്ഷേ ആ സ്ത്രീ അവിടെ യാതൊരു മറയും കൂടാതെ അവിടെ നിൽക്കുകയാണ്. ഇനി ആ പുരുഷൻ, അതായത് ഈ മരണപ്പെട്ട ദീപക്, നിങ്ങൾ വ്യക്തമായി കാണാം, അദ്ദേഹം ഒരു സെയിൽസ്മാൻ ആണ്, ഒരു ലഗേജ് കൊണ്ടാണ് നടക്കുന്നത്. അദ്ദേഹം വസ്ത്രവ്യാപാര രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം രണ്ട് കൈകൾ കൊണ്ടും ഒരുമിച്ചാണ് ആ ബാഗ് പൊന്തിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ വളരെ വ്യക്തമായി നോക്കി കഴിഞ്ഞാൽ കാണാം, അദ്ദേഹത്തിന്റെ രണ്ട് കൈമുട്ടുകൾ ഒരുമിച്ച് പൊന്തുന്നുണ്ട്. ആ സമയത്ത് ബസ് ഒന്ന് ജെർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ മാറിൽ കൊള്ളും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ എന്താ പറയാ, എല്ലാവർക്കും ഇരുന്ന് പോകാവുന്ന ഒരു സംവിധാനമുള്ള ഒരു സിസ്റ്റം ഒന്നും ഇപ്പൊ അത്രമാത്രം ആ വീഡിയോ എല്ലാവരുടെയും മുന്നിലുള്ളതാണ് ജോയ് അറക്കൽ. അതൊക്കെ എല്ലാവരും കണ്ടതാണ്. അതിനകത്ത് രണ്ട് തരത്തിലും അത് വ്യാഖ്യാനിക്കാം. ആ പെൺകുട്ടി മറ്റൊരാളെ ഉപദ്രവിച്ചു എന്നാണല്ലോ പറയുന്നത്. ആ സമയത്ത് വീഡിയോ എടുക്കാത്തെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ഇപ്പൊ ഉപദ്രവിക്കും എന്ന് പറഞ്ഞു മൊബൈൽ ഓൺ ചെയ്ത് നിൽക്കുകയായിരിക്കില്ലല്ലോ. അപ്പോൾ ആദ്യം അത് കണ്ടു, പിന്നീട് അതിന് സാഹചര്യം കിട്ടിയപ്പോൾ എടുത്തു, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം എടുക്കാമെന്ന് കരുതി എടുത്തതായിരിക്കും. അതൊന്നും നമുക്ക് അതിനകത്തൊന്നും ഒരു ജഡ്ജ്മെന്റ് സാധ്യമല്ല. എന്തുകൊണ്ട് ആ സമയത്ത് എടുത്തില്ല, എന്തുകൊണ്ട് ഈ സമയത്ത് എടുത്തു എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ ദേഹത്ത് സ്പർശിക്കുന്ന ദൃശ്യമുണ്ടോ? ഉണ്ട്. അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ളത് ആരാണ് പറയേണ്ടത്? ദീപക്കാണ് പറയേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം നമുക്കൊപ്പം ഇല്ല. ഇനി ആർക്കാണ് പറയാൻ പറ്റുന്നത്? ആ പെൺകുട്ടിക്കാണ് പറയാൻ പറ്റുന്നത്. ഒന്നുകിൽ ആ പെൺകുട്ടി സ്വമേധയാ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഒന്നുകൂടി വ്യക്തമാക്കണം. ആ കുട്ടി പറയുന്നത് ഇപ്പോഴും അത് അങ്ങനെ സംഭവിച്ചു എന്നത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അതിൽ ഇടപെടുമ്പോൾ അതിൽ വ്യക്തത വരും. അതല്ലാണ്ട് താങ്കളുടെ ആ രീതിയിലുള്ള ഒരു വ്യക്തതയിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. മെൻസ് കമ്മീഷൻ വാദിക്കുന്ന നിങ്ങൾ ഇനി ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് എനിക്ക് അറിയേണ്ടത്. അതിൽ മതി. മറ്റേ ദൃശ്യങ്ങൾ എല്ലാവർക്കും മുന്നിലുണ്ട്. അത് അവരവരുടെ മനോനിലയ്ക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കാം. അല്ല, ഞങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തുകയല്ല. അവിടെയാണ് ഞങ്ങളും ഇവരും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ ഇത് മുന്നേ തന്നെ ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ മൂലം
കഷ്ടത അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പുരുഷന് പറയാനായിട്ട് യാതൊരു വേദികളുമില്ല, ഒരു നിയമ സംവിധാനങ്ങളില്ല. ഇവിടെ ഓരോ 4-5 മിനിറ്റിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നു. അത് അവരുടെ മാനസിക പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ കണക്കാണെന്ന് എനിക്കറിയില്ല. സംവിധാനങ്ങളില്ല എന്നുള്ളതാണ്. മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാത്തിനെയും നിങ്ങളെന്തോ ജഡ്ജ് ചെയ്ത് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതല്ല, ശരിയല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷന്റെ മുൻ പ്രസിഡന്റാണ്. ഇവിടെ വേറെ ചില സംഘടനകളൊക്കെ ഉണ്ടായിരിക്കാം. അവര് പലതും നിങ്ങൾക്ക് ഒരുപക്ഷെ വളരെ വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടായിരിക്കാം. അതിന്റെ ഒന്നും ഭാഗമല്ല ഞങ്ങള് പൂമാലിടാനോ മറ്റോ ഒന്നും ഞാൻ പോകുന്നതായിട്ട് നിങ്ങളൊന്നും കണ്ടു കാണില്ല. ഇവിടെ രീതിയിലും വളരെ വ്യക്തമായി പുരുഷന് അവന്റെ പുരുഷൻ എന്ന് പറയുമ്പോൾ എല്ലാ പുരുഷന്മാരും ഇവിടെ നല്ലവരാണ് എന്നൊന്നും ഞങ്ങൾ ഒരു വാദഗതിയും വെക്കുന്നില്ല. പക്ഷേ എല്ലാ സ്ത്രീകളും നല്ലവരാണെന്നുള്ള ഒരു വാദവും നല്ലവരാണ് എന്ന വാദഗതി വേണ്ട. ബിലീവ് ഹെയർ എന്നുള്ള ആ ടാഗ് ലൈനോ സ്ലോഗനോ ഒക്കെ മാറ്റിയിട്ട് ബിലീവ് ദ എവിഡൻസ്. അതിജീവിതം മാത്രമല്ല, ഇവിടെ അതിജീവിതനും അതല്ലെങ്കിൽ എന്താ പറയുക സത്യത്തിനൊപ്പം, അതിജീവിതത്തിനൊപ്പം അല്ല സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹം ഇവിടെ നിലകൊള്ളേണ്ടതും. അതുപോലെ ജെൻഡർ ഇക്വാലിറ്റി എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, ഏതൊക്കെ മേഖലയിൽ സ്ത്രീകൾക്ക് പല മേഖലകളിലും അവർക്ക് ഒരുപക്ഷെ സംരക്ഷണം ആവശ്യമായ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് വരുന്ന കംപ്ലൈന്റുകൾ, വ്യക്തികൾ പല കംപ്ലൈന്റുകളും ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ അതിശയിച്ചു പോവാണ്. എന്തുമാത്രം പുരുഷന്മാർ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അത് പോലീസ് സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ കോടതിയിലൂടെ. പല കോടതികളും ഈ പുരുഷന്മാരെ കുറിച്ച് യാതൊന്നും കേൾക്കാൻ തന്നെ തയ്യാറല്ല എന്നുള്ളതാണ്. യാതൊന്നും കേൾക്കാം. കോടതിയിൽ തെളിവുകൾ ഹാജരാക്കിയാൽ അതെടുത്തൊരു മൂലയ്ക്കിലേക്ക് ഇട്ടുവിട്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പല കോടതികളും ഇന്ന് ഇവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കോടതിയിൽ പോയാൽ ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ പോലും സ്ത്രീകൾക്ക് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. എത്ര കേസുകളിലാണ് ശിക്ഷിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം എത്രയാണ് താങ്കൾക്ക് അറിയാമല്ലോ. കേരളത്തിൽ തന്നെ ചർച്ച ചെയ്ത കേസുകളുടെ അവസ്ഥ എന്താണ്? കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇപ്പോഴും ഒരു വിധി ഒട്ടും ബോധ്യപ്പെടാതെ ഉണ്ടല്ലോ. എന്നിട്ടാണ് പറയുന്നത് ഈ നിയമങ്ങളൊക്കെ ഇതാണ് പുരുഷനെ എടുത്ത് എവിടെയോ കളയാണെന്ന്. അതിനൊന്നും ഒരു വസ്തുതയും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയാം, ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഈ പറഞ്ഞു തന്നെയാണ് ആ പോയിന്റ്. രേണു മാഡം, നിങ്ങൾ പറഞ്ഞു തന്നെയാണ് പോയിന്റ്. ഇവിടെ മുന്നോട്ട് വരുന്ന കേസുകൾ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ വരുന്ന കേസുകൾ 80% അല്ലെങ്കിൽ 90% വ്യാജമായ പരാതികളാണ് എന്ന് കോടതികൾ പറയുന്നു. ഡൽഹിയിലെ നമ്മുടെ വനിതാ കമ്മീഷൻ തന്നെ അത് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വളരെ വളരെ നാഷണൽ മീഡിയയിലൊക്കെ വന്നതാണ്. ഡൽഹി വനിതാ കമ്മീഷൻ തന്നെ വളരെ വ്യക്തമായി പറയേണ്ടി വന്നിരിക്കുന്നു. ഈ നിയമങ്ങൾ സ്ത്രീകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. സുപ്രീം കോടതി, ഇന്ന് നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പരിച തന്നു, ഒരു കവചം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്. പക്ഷേ ആ പരിചയെ നിങ്ങൾ ആയുധമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് ഞങ്ങളല്ല. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം. ശ്രീ ജോയ് അറക്കൽ, നോക്കൂ, ഇവിടുത്തെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 25 to 30 ആണ് റേപ്പ് കേസുകളിലെ കൺവിക്ഷൻ റേറ്റ്. അപ്പോ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇരിക്കുകയാണ് താങ്കൾ പറയുന്നത് ഈ നിയമങ്ങൾ കൊണ്ട് പുരുഷന്മാർക്ക് യാതൊരു സംരക്ഷണവും, പുരുഷന്മാരുടെ കാര്യം ആകെ മോശപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് ഈ കൺവിക്ഷൻ റേറ്റ് വെച്ചിട്ടാണ്. ഇത് തെളിയിക്കുക എന്നത് വലിയ ബാധ്യതയാണെന്നേ. ഇത് തെളിയിക്കുക എന്നത് വലിയ ബാധ്യതയാണ്. ഇപ്പൊ പറഞ്ഞു, നോക്കൂ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ പെൺകുട്ടി വീഡിയോ എടുത്തിട്ടതാണല്ലോ എന്ന്. പൊതുനിരത്തിൽ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി, അതും അറിയപ്പെടുന്ന ഒരു നടി, ആ നിമിഷം പരാതിപ്പെട്ടതിന്റെ അവസ്ഥ എന്താണ് വിധി പ്രഖ്യാപനത്തിൽ നിന്ന് നമ്മൾ കണ്ടതാണല്ലോ. ആ പെൺകുട്ടിയെ ഇതുപോലെ വസ്ത്രത്തിന്റെ പേരിലോ പരാതിപ്പെട്ടതിന്റെ രീതിയിലോ ഒന്നും കുറ്റം പറയാനില്ല. പക്ഷെ അതിന്റെ അവസ്ഥ എന്താണ്? അതാണ് റേപ്പ് കേസുകളിൽ പോലും സംഭവിക്കുന്നത്. കൺവിക്ഷൻ റേറ്റ് നോക്കൂ. ഇത് കോടതിയിൽ പോയി തെളിയിപ്പിച്ചെടുക്കേണ്ടത് ഓരോ ഈ രീതിയിൽ പെട്ടുപോകുന്ന സ്ത്രീകളുടെ ബാധ്യതയാണ്. ആ കോടതി മുറികളിൽ അവർ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ്, ആ കോടതി മുറിയിൽ അവർ അനുഭവിച്ചത് എന്താണെന്ന് ആ അതിജീവിത തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ സ്ത്രീകൾക്ക് അങ്ങ് എന്തോ ആനുകൂല്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ആരോപണമൊന്നും വേണ്ട. ഈ വിഷയത്തിൽ ദീപക് ഒരു ഇരയാക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അയാൾക്ക് നീതി കിട്ടണം, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്നതിന് ആർക്കും ഒരു മടിയില്ല. അത് അതിന്റെ സംവിധാനത്തിൽ അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കളിലേക്ക് വരാം. ഇത് ശരിയല്ല. നിങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നു. താങ്കളല്ലേ സംസാരിച്ചത് ഇത്ര നേരം?
അല്ല, താങ്കൾ സംസാരിച്ചതിലെ എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ള കാര്യമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അത് വളരെ വ്യക്തമായി എനിക്ക് പറയാനുണ്ട് അതിന് മറുപടി. പറഞ്ഞോ, സമയം പോകുന്നു, മറ്റുള്ള അതിഥികളിലേക്ക് പോകണം. ഓക്കെ നിങ്ങൾ പറഞ്ഞ ആ കാര്യം തന്നെ, ആ നടിയുടെ കാര്യം തന്നെ നോക്കൂ. 8-9 വർഷത്തോളം നിങ്ങൾ പരിശോധിച്ചതാണ് ഇതിന്റെ തെളിവുകളെല്ലാം. നിങ്ങൾക്ക് തെളിവുകൾ കൊടുക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഒരു പരാതിക്കാരനെ വ്യാജമായ പരാതി ഉന്നയിച്ച ഒരു വ്യക്തിയെ അവിടെ നിർത്തി നിങ്ങൾക്ക് ആ കേസ് തെളിയിക്കാൻ, നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളെന്നുള്ള വ്യക്തിയല്ല, മറുഭാഗത്തുള്ള ടീമിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോ ഓട്ടോമാറ്റിക്കലി അത് തകർന്നു പോകുന്നുള്ളതാണ്. ഒരു കോടതി മാത്രമൊന്നും അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു കോടതി മാത്രമല്ലല്ലോ, ഇനിയും കോടതികളുണ്ടല്ലോ, അവിടെയും ന്യായാധിപന്മാരുണ്ടല്ലോ. നമുക്ക് നോക്കാം അതിന്റെ അവസ്ഥ എന്താകുമെന്ന് നോക്കാം. എന്തായാലും ആരും പിന്മാറി ഓടിയിട്ടൊന്നുമില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമുക്കൊപ്പം അനൂപ് തുടരുന്നുണ്ട്, ദീപകിന്റെ സുഹൃത്ത് തുടരുന്നുണ്ട്. അനൂപ്, ഒരു പക്ഷേ ഇവിടെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.